വോട്ടവകാശത്തിനായുള്ള പോരാട്ടവും അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽവാസവും രാജന്റെ മരണത്തിന് സാക്ഷിയായതുമെല്ലാം ബെൻഹറിന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത സമരമുഖങ്ങളാണ്. ഇപ്പോൾ പശ്ചിമഘട്ടത്തിലെ അമൂല്യ ജൈവസമ്പത്തുകളെ ചൂഷണം ചെയ്യാൻ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് കളമൊരുക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ടിനെതിരെയാണ് രംഗത്തുള്ളത്. ഇതിന്റെ ഭാഗമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ബെൻഹർ പറയുന്നു. ബഹുരാഷ്ട്ര കുത്തകകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഈ പശ്ചിമഘട്ടത്തിലുള്ള അമൂല്യമായിട്ടുള്ള ജൈവസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ പശ്ചിമഘട്ടത്തിലെ മണ്ണും മരവും ജലവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതുമല്ല എന്നുള്ളതാണ്. മൂന്നാം മുന്നണിയിൽ നിന്നാണ് ബെൻഹർ സ്ഥാനാർത്ഥിയാകുന്നത്. ദേശീയ തലത്തിൽ മൂന്നാം മുന്നണി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ LDF-ലല്ല, മറിച്ച് മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയമാണ് നടക്കേണ്ടത്. ഇതിനായി CPM, CPI കക്ഷികൾ മുൻകൈയെടുക്കണം. ഇവിടെ ഇപ്പം LDF-ൻ്റെ സീറ്റ് വിഭജനമല്ല നടക്കുന്നത്, മൂന്നാം മുന്നണിയുടെ സീറ്റ് വിഭജനമാണ് കേരളത്തിൽ നടക്കേണ്ടത്. അതിന് ശ്രീമാൻ സഖാവ് പിണറായി വിജയനും പന്ന്യൻ രവീന്ദ്രനെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. കോൺഗ്രസിന്റെ അധികാര കുത്തക അവസാനിപ്പിക്കണമെന്നതാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബെൻഹർ ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളും വയനാട്ടുകാരനായ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന യാക്കോബായ സുറിയാനി സഭയുടെ നിലപാടുമെല്ലാം ഗുണകരമാകുമെന്ന് ബെൻഹർ പ്രതീക്ഷിക്കുന്നു. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.